ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് എല്ലാവരും ഈ ഒരു ക്യാബേജ് തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലോണം ഒലർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഒരു ക്യാബേജ് തോരനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്യാബേജാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തോരനാണ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് കാരണം ചെറിയൊരു ക്യാബേജ് എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിനെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കുഞ്ഞു ഇതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി നാളികേരം ചിരകിയതും അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള ക്യാബേജിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ നാളികേരം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിതിൽ ചേർത്തക്കണ പച്ചമുളക് അധികം എരിവൊന്നും ഇല്ലാത്തതാണ്, അത് കാരണമാണ് ഒരു 5 എണ്ണം എടുത്തത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇനി ഇതിനെ നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നാളികേരും പച്ചമുളകിൻ്റെ എരിവും എല്ലാതും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവും. നല്ലോണം എല്ലാ ഭാഗത്തേക്കും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരനാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ക്യാബേജ് തോരനേക്കാളും ചെറിയൊരു വ്യത്യാസമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതേ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ നോക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുകൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ തന്നെ ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാബേജ് തോരന്. അപ്പോൾ അതായത് നമ്മുടെ ഈ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഉഴുന്നും പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ക്യാബേജ് തോരൻ്റെ ഇടയിൽ ഈ ഉഴുന്നും പരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേ കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഈ ഒരു തോരൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓണം സദ്യകളുടെ റെസിപ്പികൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇനി നമ്മളിതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ഉണക്കമുളക് ഒരു 3 പീസാക്കിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണക്കമുളക് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ വെളുത്ത നിറത്തിലുള്ള ക്യാബേജ് തോരൻ വേണ്ടവർക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ക്യാബേജ് തോരന് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. എനിക്കൊരു മഞ്ഞ കളറ് ഇഷ്ടമാണ് ക്യാബേജ് തോരന്. അപ്പോൾ അങ്ങനെ വേണ്ട, വെളുത്തിട്ടുള്ള തോരനാണ് ഇഷ്ടമുള്ളവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ മഞ്ഞൾപ്പൊടി ചേർക്കണത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വെളുത്തിട്ടുള്ള ക്യാബേജ് തോരൻ തന്നെ റെഡി ആയിട്ട് കിട്ടും. അതൊക്കെ ഓപ്ഷണലാണ്, മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതും ചേർക്കേണ്ടാത്തതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തോളൂ. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ. എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ക്യാബേജിൻ്റെ അടിഭാഗം പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ അതേ നമ്മൾ അതിനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടി നല്ലോണം ഒന്ന് ഒലർത്തി കൊടുക്കാം. ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി നോക്കുക. ഇപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്.
അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ അളവൊക്കെ പാകമായിരുന്നു, അത് കാരണം ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണ്ട, ഇതിനെ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നമ്മൾ വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനിയും അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഇത്തിരി കൂടും. അപ്പോൾ അത് വേണ്ട, നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഉലർത്തിയെടുക്കാം. അപ്പോൾ അതേ നല്ലോണം ഉലർന്ന് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഈ ഒരു തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വേറെയും റെസിപ്പികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും കൂടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഒരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ റെസിപ്പികളെല്ലാതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. സിമ്പിളായിട്ടുള്ള എല്ലാ റെസിപ്പികളാണ് നമ്മളിപ്പോൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എല്ലാവരും അടിച്ചു പൊളിച്ചോളാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.